ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. അപ്പോൾ അതിനെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവർ ഉണ്ട്, അധികാരം കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ എന്നത്തെ പോലെ തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ആവണതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ ചൂക്ക് പാലിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റൊക്കെ ആക്കിയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, അവനക്ക് അങ്ങനത്തെ ഒരു പാല് കുടിക്കണേന് അവന് ബുദ്ധിമുട്ടൊന്നുമില്ല. നോർമലി എനിക്കിഷ്ടമല്ല, അപ്പോൾ ഞാൻ അത് കരുതിയിട്ട് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ചോക്കോസ് ഇതേപോലെ അവന് കൊടുക്കലുണ്ടായിരുന്നു. എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ അതും ഇട്ട് അങ്ങനെ കൊടുക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ അവന് അതൊന്നും വേണമെന്നൊന്നുമില്ല, അവരങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തെന്തായിരുന്നാലും ഞാൻ ചോക്കോസ് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങനെ കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഇതൊരുപാട് ചെറുതായതിനെ കൊണ്ട് ഒരുപാട് ടൈം സോക്ക് ചെയ്തിട്ട് വെക്കാനും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ അവനക്ക് ഇഷ്ടമാണ് സംഭവം. ചില സമയത്ത് ഇപ്പം നമ്മൾ ഡെയിലി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമില്ല. തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഞാനതങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ പിന്നെ കാണാം അതൊരു കാറിയ പോലെ എടുത്ത് വെച്ചതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിലാണ് താഴെ വെക്കുക. എടുത്ത് വെച്ചോണ്ടാണോ എന്താണെന്ന് അറിയൂലല്ലോ. അപ്പം ഇനി എടുത്ത് വെക്കണില്ല, വേറൊരു ഫ്ലേവറാണ് തേങ്ങക്ക്. അപ്പം ഇനി ചട്നി ദോശ ബാറ്ററുണ്ട്, അതുണ്ടാക്കണം. ഒരു തേങ്ങ എന്താ മൂഞ്ചി ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, എന്താ അറിയില്ല, വെറുതെ ചിരവിയത് എടുക്കാനും തോന്നില്ല. ഇത് കോട്ട കാൻഡി ആണോ? ഏത് കോട്ട കാൻഡി? അറിയൂല. കോട്ട കാൻഡി എന്താ? മുട്ടായി. കോട്ട കാൻഡി ആണോ? ഒന്നും അറിയാത്ത പോലെ പ്ലാസ്റ്റിക് ഇത് പല്ല് വേദന. ഇപ്പൊ എന്തിനായും പപ്പ ഇതൊക്കെ വാങ്ങിച്ചത്? എനിക്ക് ഇഷ്ടമാണ്. ഇല്ല കേട്ടോ, ഗ്രോസറി പർച്ചേസിംഗ് പപ്പ മാത്രം. പപ്പു ഇതില് കിടന്നിട്ട് ഇതാണെങ്കിൽ കാറ്റ് തട്ടി കഴിഞ്ഞാല് കാറ്റ് തട്ടിയാലേ അത് ഇതാവും. അപ്പോൾ ഇതാ താഴെ ഉണ്ട് കേട്ടോ. ഞാൻ നല്ല ബിസി ആകണുണ്ടെന്ന് നോക്കിയിട്ട് അന്നേരം കരയാനും വേണ്ടിയിട്ടാണ് അവിടെ കാത്തിരിക്കുന്നത്. ഇക്ക എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്കുള്ള ദോശ ആക്കാന്ന് കരുതി. നമ്മൾ ദോശ എല്ലാതും ഒരുമിച്ചിട്ടല്ല ചെയ്യൽ കേട്ടോ. ഇക്ക എണീക്കുമ്പോൾ ഇക്കുള്ളത് അങ്ങനെ ആക്കല. പിന്നെ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഇക്കയുടെ കൂടെ ഞങ്ങളും കൂടെ അങ്ങനെ ആവും, അങ്ങനെയാട്ടോ ചെയ്യൽ. ഇക്കൻ്റെ ഉണ്ടാക്കിയതല്ലേ, പപ്പ ഉണ്ടാക്കിയതാ. താങ്ക് യു. ഉണ്ടോ
എനിക്ക് ചട്ടിനിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് ഇവിടെ നിന്നുള്ളൊരു ടെൻഷൻ എന്താ വെച്ചാൽ ഈ തേങ്ങയുടെ ഫ്ലേവർ നല്ലോണം കിട്ടുന്നത് ഈ ചട്ടണി ഉണ്ടാക്കുമ്പോഴൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ തേങ്ങയ്ക്ക് വേറൊരു ഫ്ലേവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് പിന്നെ വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഇക്കൊക്കെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രീസാക്കിയിട്ട് യൂസ് ആക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊക്കെ നമുക്കിതല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ എപ്പോഴേലൊക്കെ ഒന്ന് നല്ല ഒരു ഇത് കിട്ടുമ്പോൾ ആണ് നമ്മൾ ഇങ്ങനെ ചട്നി അതൊക്കെ ഇനി ബേബിനൊക്കെ ഉണ്ടാക്കി തന്ന ഫ്ലവറാണ് കേട്ടോ ഇത്, റോസാപ്പൂവ്. പപ്പക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സ്വല്പം മധുരം കൊടുത്താൽ കേട്ടോ. ഞാനുണ്ടാക്കിയതാണ്. ഇതാണ് കാണണില്ല പെണ്ണ കാണാൻ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളതാണ് കേട്ടോ ഈ ചൂക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്കണം, വീഡിയോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കൽ. അവ ഇക്ക നന്നായിട്ട് സപ്പോർട്ടാക്കുകയും ചെയ്യും. ഇക്കൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ഫോണിൽ നിന്നൊക്കെ എൻ്റെ ഫോണിൽ മെമ്മറി 1 TB ഉണ്ടായിരുന്നതൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട്. അവനങ്ങനെ വ്ളോഗ് എന്ന് പറയണത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് അവനതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ അവൻ്റെ വീഡിയോ ഏതാണെന്നുള്ളത് നമുക്ക് ഇതാവില്ല, അല്ല അത് പ്ലേ ആക്കാണ്ട് എനിക്കിതേക്ക് ഇതാക്കാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരലുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായിരുന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അപ്പോക്ക് ഫുഡ് കൊടുത്താൽ അവന് ഒന്ന് ഉറക്കാമല്ലോ. അവരെ കുട്ടികളുടെ കുളികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള തിരക്കിലേക്ക് തിരിയാം. അപ്പോൾ അങ്ങനെ എൻ്റെ പണി ലായിലൊങ്ങ കേട്ടില്ല. കാണുന്നുണ്ട്. പട്ടിണിയാണെന്നല്ലേ? ഞാനാണല്ലോ നിങ്ങളതും കൂടി തിന്നണത്. ബാക്കി എന്തിനാ ഇക്ക പച്ചനോണ പറഞ്ഞ കാണ്ട ഒരു കച്ചവടത്തിന് പോണത്? എമ്മിന് പറഞ്ഞു ഇപ്പത്തെ പരിപാടി അത് നിങ്ങളുള്ളപ്പോ കടന്നുറങ്ങ. പോയ പണിയെടുക്കാൻ അയക്കണില്ലേ? ഞാൻ ഒറ്റക്കാണ് പറഞ്ഞ എന്നേലും നിങ്ങൾ വന്നൂണോ? മതിയിലോ? അസ്സലാമലൈക്കും. നടക്കട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പൂള ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് പുഴുങ്ങിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചൂക്ക് ഒരു വെറുതെ ഇരിക്കുമ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോപ്കോൺ ഉണ്ടല്ലോ, അതും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പത്തിനും അപ്പം എണീറ്റിട്ടോ, കുറച്ച് സമയം കിടന്നുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇക്ക പോകണ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല, ആൾ പെട്ടെന്ന് എണീറ്റ്. ഞാനെന്തെങ്കിലും പണിയൊക്കെ എടുത്താലോ.
ഇപ്പോൾ കുറച്ച് സമയം അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ടേ ഞാൻ ടോയ്സിൻ്റെ ബാസ്ക്കറ്റ് അവിടെ ഹാളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അല്ലാണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത് വേറൊരു റൂമിൽ മാത്രമായിട്ടാണ് അവരെ കളിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തലിട്ട്, അങ്ങനെ പരന്ന് എല്ലായിടത്തും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അവൻ ഇന്നിപ്പോൾ നിർവാഹമില്ലല്ലോ, അപ്പോൾ പിന്നെ എന്താക്കി ബാസ്ക്കറ്റോടെ കൊണ്ടുവന്നു. എന്നാൽ പിന്നെ എനിക്കും അവനക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാണുകയും ചെയ്യാം, എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഷൂട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ ഞാൻ എന്നെ പൊക്കി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമുക്ക് വിഷമാവണ്ടെന്ന് കരുതിയിട്ട് കൂടെ അങ്ങോട്ട് പോകുന്നുള്ളൂ. അത് അവൻ്റെ ഒരു നല്ലൊരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നലിട്ടാ. എന്നെ ഒറ്റപ്പെടുത്താൻ അവനക്ക് വേറെ ആരും ഒറ്റപ്പെടുത്തിയാലും അപ്പൂക്ക് എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തോന്നലില്ല. ഞാൻ എൻ്റെ ഒരു നിഴലെ കണ്ടു കഴിഞ്ഞാൽ കൂടെ എങ്ങനെയാണ് പോകുന്നുള്ളൂ, വിളിച്ചാലും വിളിച്ചില്ലേലും എന്ന് പറഞ്ഞില്ലേ, അതാണ് അവൻ്റെ കണക്ക്. ഞാൻ അവിടെ ഇരുന്ന് കളിച്ചോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മമ്മ നിർബന്ധിച്ചാൽ ഞാൻ വരാമെന്ന് പറയുന്ന പോലെ മമ്മ നിർബന്ധിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പോലെയായിരുന്നു അവൻ്റെ കണക്ക്. അങ്ങനെ ഞാനായിട്ടുണ്ടാക്കിയതാണല്ലോ, അപ്പോൾ പിന്നെ ഇനി കുറച്ച് സമയം കൂടെ അവൻ്റെ കൂടെ ഇരിക്കണം. അവന് പിന്നെ ഇനിയിപ്പോൾ ടോയ്സല്ല ഇച്ചുക്കല്ല എന്തെന്നെ ആയിരുന്നാലും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ഒരുപാട് ടൈമൊന്നും വേണ്ട, എന്നാലും കുറച്ച് സമയം. അല്ലെങ്കിൽ അവൻ ഓടി വരുന്ന സമയം ഇരുന്ന് ഓൻ്റെ കൂടെ ഓൻ്റെ ഹൈറ്റിൽ ഇങ്ങനെ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിന്നാൽ പിന്നെ ആളെന്നെ അങ്ങനെ പൊക്കോളും. അപ്പോൾ ഞാനും അമ്മ പച്ചടി ഉണ്ടാക്കാണ്. സ്പൂണാ കണ്ടോ, ബ്ലൈഡാണ് കണ്ടോ, ബ്ലൈഡ് കണ്ടോ, ബ്ലൈഡ്. കണ്ടോ, ഇതാണ് ബ്ലൈഡ്. വാവാവു അപ്പൻ്റെ തല്ലിലൊക്കെ ബ്ലൈഡിൻ്റെ തട്ടില. ഗുഷിക്കായി ഞാൻ ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പാക്കിയതാ. ഹായ് അവൻ്റെ കൂടെ കളിച്ചു. അങ്ങനെ ഒരുവിധം കണ്ണിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് ഇക്ക വരുന്നത് കേട്ടോ. കാര്യം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും പിന്നെ അപ്പൂക്കെ ഉറങ്ങിയ നേരമായതിനെ കൊണ്ട് ഞാൻ മീനായിരുന്നു കേട്ടോ. ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടില്ല, മീൻ കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ നോർമലി അവിടെ ഷോപ്പിൽ തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് വരുമ്പോഴാണ് കൊണ്ടുവരില്ല. ഇത് അപ്പം തന്നെ കൊടുന്നപ്പോൾ ഞാനും കരുതി എന്നാൽ പിന്നെ അത് ഫ്രീസ് ആവണതിന് മുന്നേ അങ്ങനെ മാറ്റി വെച്ചാൽ സ്റ്റോറേജ് ബോക്സിലേക്ക് വെച്ചിട്ട് ആക്കിയാൽ നമുക്ക് ഇതൊരുപാട് ദിവസത്തേക്ക് പോകും. അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ കുളിച്ചതൊന്നും നോക്കാണ്ട് ഞാൻ ചെയ്തു. ഞാൻ രാത്രിക്ക് പത്തിരിയൊക്കെ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ഒന്ന് ചുണ്ട പഠിപ്പിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രാത്രിക്ക് അതിന് ഇരിക്കാമെന്ന് കരുതിയതായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അപ്പൂ ഉറങ്ങുകയാണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. പിന്നെന്താ, ഇതിൻ്റെ കൂടെ തന്നെ ക്രാബ് ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചുക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രാബ് എന്ന് കരുതിയിട്ടാണ് ഇക്ക കൊണ്ടുവരുന്നത്. ഒരു സമയം ഇച്ചുക്ക് ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു കേട്ടോ, കുറച്ചൊക്കെ മുന്നൊക്കെ. ഇപ്പം പിന്നെ അവനക്കത് നമുക്ക് എന്തൊരു കാര്യം ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ക്രൈംസ് അത് വിട്ടുപോകുമല്ലോ. അതുപോലെ തന്നെ ഇപ്പം അത്ര കണ്ടിട്ട് വലിയൊരു ഇഷ്ടമൊന്നുമില്ല, എന്നാലും വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ഡേ ഇതാക്കും. നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സംഭവമല്ലല്ലോ. അപ്പോൾ ഒക്കെ വാങ്ങിക്കുമ്പോൾ അപ്പോൾ എത്ര വാങ്ങിക്കലും എനിക്കറിയില്ല, കുറച്ച് പീസുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു 2-3-4 പീസൊക്കെ 3-4 എണ്ണം ഞാൻ ഒരു തവണ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഞാനും ഒന്നും കഴിക്കൂല. ഞാനിപ്പോൾ ഇതിലുള്ള ഏതും ഞാൻ കഴിക്കലില്ല.
എനിക്ക് അങ്ങനെ പോകില്ല, കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നലില്ല. അപ്പോൾ ക്രാബാണെങ്കിൽ ഇക്കയും കഴിക്കൂല. അപ്പോൾ പിന്നെ ഇച്ചുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഇത് നല്ല ശരീരത്തിലേക്ക് നല്ല ചൂടുള്ളൊരു സംഭവമാണല്ലോ. അപ്പം നല്ല സംഭവം നല്ലതാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, അത് നല്ല ചൂടായിരിക്കും. അപ്പം കുട്ടികൾക്കത് നല്ലതായിട്ട് എനിക്ക് തോന്നലില്ല. എനിക്കത് ആധികാരികമായിട്ടൊന്നും ഇതിനെ കുറിച്ചിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ അവനപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് സ്ഥിരമായിട്ടുള്ളതാണ്. നമ്മൾ എന്ന് വാങ്ങിക്കാന്നുണ്ടെങ്കിലും അവന് അപ്പം വേണ്ടി വരും കേട്ടോ. നമ്മളത് ക്ലീൻ ചെയ്തിട്ട് അവന് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കും. നല്ല ഹാബിറ്റ്സ് ഒന്നും അല്ല അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. എന്നാലും ക്രാബ് എപ്പോഴും വാങ്ങിക്കാത്തതിനെ കൊണ്ട് ഞാനതങ്ങനെ ഒരു 3 പീസ് എടുത്തിട്ട് അവനക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. 3 പീസൊന്നും കംപ്ലീറ്റ് അവൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവനക്കിത് നമ്മൾ സ്റ്റീം ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ASMR വീഡിയോസിലൊക്കെ കണ്ടിട്ട് അവനക്ക് അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. സ്പൈസസ് ഒന്നും ഇടാണ്ട് അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പറയുക. പക്ഷേ ഞാനത് സപ്പോർട്ട് ചെയ്യലില്ല. നമ്മളെന്തെങ്കിലും കണ്ടിട്ട് ചെയ്യണ പോലെ നമ്മളത് ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫ്ലേവറിന് അത് ഇതൊന്നും ഇതായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ക്രാബ് ഞാനതങ്ങനെ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കലാണ്. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഉറങ്ങിയ ഒരു ഇതിലാണ് കേട്ടോ ഞങ്ങൾ ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് നേരത്തെ എണീറ്റിനെ കൊണ്ട് അവന് കുറച്ച് സമയം ഉറങ്ങുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നല്ലോണം സൂക്ഷിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുഞ്ഞു മുള്ളുകൾ ഉണ്ടാകുമല്ലോ സൈഡുകളിലൊക്കെ. അപ്പം നമുക്കത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നൽ ഇത് ഒടിച്ചെടുക്കൂലേ, പൊട്ടിച്ചെടുക്കുക. അപ്പം കുറച്ചൊന്നും കരുതണം എന്നുണ്ട്. പിന്നെ നല്ലോണം മൂത്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിലുണ്ടല്ലോ ഇറുക്കണ സ്ഥലമല്ലേ, അവിടെ കട്ട് ചെയ്യാനൊന്നും കഴിയൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ കേട്ടോ അതിൻ്റെ മുകളിൽ ഭാഗം ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കാട്ടോ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ ആ ഒരു സ്പോഞ്ച് പോലെ അല്ലെങ്കിൽ ഒരു പഞ്ഞി പോലെയുള്ളൊരു സംഭവമുണ്ട്, അത് വേസ്റ്റാണ്, അത് കളയാം. പിന്നെ ഈ കളയണ ആ സാധനം ശരിക്കും എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. എനിക്ക് കാണുമ്പോൾ എന്തോ പോലെ തോന്നും. അപ്പം ഞാനത് അതിൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. ഞാനതും ക്ലീൻ ആക്കിയിട്ട് എടുക്കും. ഞാൻ അതിൻ്റെ വൈറ്റ് മീറ്റ് മാത്രം നിൽക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ കാലിൽ നമുക്ക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് കാലാണോ കയ്യാണോ എനിക്കറിയാൻ പാടില്ല, ആ ഭാഗങ്ങൾ ഒക്കെ ചെയ്യും നമുക്ക് നല്ല ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ അതൊക്കെ കളഞ്ഞിട്ടുണ്ട്. കുറച്ച് മീറ്റ് നമുക്ക് കിട്ടും. ഇത് നമ്മളതൊന്നും എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് അതിൽ നിന്ന് കടിച്ച് ചവച്ചിട്ട് തിന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചവച്ച് അതിൻ്റെ ഇതെടുത്തിട്ട് തുപ്പിക്കളയാന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് ഇവനല്ലേ, അപ്പോൾ അവനക്ക് ഞാനത് പൊട്ടിച്ചിട്ട് ഇനിയിപ്പോൾ കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മീറ്റ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ മീറ്റുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല, ബാക്കി എൻ്റെ വേസ്റ്റൊക്കെ വെള്ളം കളഞ്ഞിട്ട് ഞാനതങ്ങനെ കവറിലാക്കുന്നുണ്ട്. ഇതിങ്ങനത്തെ മുള്ളും കൊമ്പും കോലും ഒക്കെ ഉള്ള സംഭവം കൊണ്ട് ഒരു കവറിൽ ഇട്ട് കഴിഞ്ഞാലൊന്നും ഇതാവണില്ല, അതിങ്ങനെ പുറത്തേക്ക് ഇതാവുക. പിന്നെ വരുന്നത് വരെ അത് സ്മെല്ല് പുറത്തേക്ക് എടുക്കുമെന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ഒരു കവറിലാക്കിയിട്ട് വെക്കാം. ഞാൻ പെട്ടെന്ന് വരാൻ ആവാത്ത ടൈം, ഇങ്ങനെ ബിസിയുള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വിൻഡോൻ്റെ പുറത്തേക്കാക്കിയിട്ട് ഡോറ് ആക്കിയിട്ട് വെക്കൂട്ടാ. ഉള്ളിലേക്ക് സ്മെല്ലെടുത്ത് വിൻഡോൻ്റെ അവിടെ ആകുമ്പോൾ അതങ്ങനെ പുറത്തേക്ക് പൊക്കോളുമല്ലോ. നമ്മൾ ഉള്ളിലേക്ക് സ്മെല്ലെടുത്ത് കഴിഞ്ഞാൽ അതങ്ങനെ പോകില്ലല്ലോ നേരത്തിയിട്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇതൊക്കെ ക്ലീനൊക്കെ ചെയ്തിട്ട് എല്ലായിടും ഒന്ന് ഉണ്ടാക്കാൻ നേരത്തെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടൂല. ഇക്കൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഡോറ് തുറക്കുമ്പം ഒരു ഇത് തോന്നൂലേ. അപ്പോൾ അവിടെയൊക്കെ ഒന്നൊന്ന് എല്ലായിടത്തൊന്ന് ഇതാക്കി തിരക്കുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. നമ്മൾ കഴുകിയാൽ തന്നെ ഉണ്ടാവും ഒരു സ്മെല്ല് അല്ലേ.
അത് എന്ത് നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൈയും ഇതൊക്കെ അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലാണ്ട സ്പൈസസ് ഒന്നും ഇടാണ്ട തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമ്മളെ നാടൻ പൊടികൾ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊന്ന് തൂവിയിട്ട് അതൊന്ന് അങ്ങനെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. മല്ലിയാണ് ഇതിലേക്ക് നമ്മളധികം മുന്നിട്ടിട്ട് വേണ്ടൊരു എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മളിത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ കടിച്ച് ചവച്ചിട്ട് അതിൻ്റെ ഫ്ലേവർ എടുക്കണം. അതിൻ്റെ ടേസ്റ്റ് എന്തായിരുന്നാലും ഒരാൾ പൊട്ടിച്ച് കൊടുക്കുമ്പം അങ്ങനെയൊന്നും ഇതാവുന്നില്ല. നാളെ എക്സൈറ്റഡ് ആയിട്ട് ചെയറൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താണ് നിൽക്കുന്നത്. അത്രക്ക് ഇഷ്ടമുള്ളൊരു ഇതാണ്. പിന്നെ ആ ഇഷ്ടം കാണൂല കേട്ടോ. കഴിച്ചൊരു പകുതി ആകുമ്പോഴോ എന്തൊക്കെ പിന്നെ നമ്മൾ രണ്ടാമത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഉണ്ടാക്കല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് ഒരു ഇഷ്ടം എനിക്ക് ഈ ഒരു ഇഷ്ടം ഓനപ്പം കാണിക്കൊന്നുമില്ല. ഓന ചൂടൊന്നും വിടാനുള്ളൊരു സാവകാശമൊന്നും തരണില്ല. നമ്മൾ സാധാരണ മീനിൻ്റെ ഒരു മീറ്റ് പോലെ അല്ലല്ലോ, ഇതിൻ്റെ ഷെല്ലും കൂടെ ഉള്ളതിനെ കൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ എനിക്കത് പൊട്ടിച്ച് കൊടുക്കാൻ കഴിയണമില്ല. അവനാണെങ്കിൽ അതപ്പോൾ വേണം. പിന്നക്കിനെ വെക്കുമ്പോഴത്തേനും അപ്പം എണീക്കാനുള്ള ടൈമുമായി, കുറച്ച് സമയമൊക്കെ ആയല്ലോ. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിനോട് എനിക്കൊരു ഇഷ്ടക്കേടുള്ളത്. അതാണ് എന്ന് വെച്ചാൽ നമ്മൾ തനിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയൊക്കെ തൂവിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണൻ്റെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മളിത് സ്വയം കഴിക്കുമല്ലോ, നമ്മൾ തന്നെ കടിച്ച് ചവച്ചിട്ട് തിന്നണ ഒരു സംഭവമാണ് ക്രാബ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാണ്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴൊക്കെ വെളിച്ചെണ്ണയൊക്കെ തൂവി കഴിക്കുമ്പം ടേസ്റ്റായിട്ട് തോന്നും. ഇതിപ്പോൾ ഞാൻ ഹെൽപ്പ് ആക്കണമല്ലോ. ഇനിയിപ്പോൾ കത്രിക വെച്ചിട്ട് പൊട്ടിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളൊന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൈ ഉണ്ടല്ലോ അങ്ങനെ ഇറുക്കാനുള്ളൊരു സംഭവം, അത് വെച്ചിട്ട് അത് ബാക്കി ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോണ്ടി എടുത്തിട്ട് കഴിക്കണൊക്കെ ഇതിൻ്റെ ഓരോ മെത്തേഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കണ ഓരോ ടിപ്സൊക്കെ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവനെ പോലെ തന്നെ ചില സമയത്ത് എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിക്കും, പക്ഷേ കുറച്ച് കഴിക്കുമ്പോഴത്തേനും അത്ര ചില സമയത്ത് ഇതിപ്പോൾ ചോറിൽക്കും കഴിയൂല. വേറെ എന്തെങ്കിലും പത്തിരി പൊറോട്ട അങ്ങനെയല്ല, ചപ്പാത്തി പൊറോട്ട അതിലേക്കും ഒരിത് തോന്നില്ല. ഇത് തനിച്ചിട്ട് കഴിക്കുക അങ്ങനെയല്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, പക്ഷെ നമ്മളൊരു പൊതുവെ അങ്ങനെ ഇതാക്കലില്ല. അപ്പം എന്തായിരുന്നാലും അപ്പം എണീക്കാനൊക്കെ ആയി. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. അവൻ എണീക്കുമ്പോഴത്തേനും അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവന് കുറേ സമയത്തിന് കുറുമ്പിലായിരിക്കും. അപ്പോഴത്തേന് എനിക്ക് കുളിക്കൊക്കെ വേണം, ഒന്നും കൂടെ ഒന്ന് ഇതാവണം. അപ്പോൾ ഇനി അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കൂടുതൽ പേരിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്നവരെന്താക്കണം, നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ആക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ.